ആർക്കവിടെ ഡെയിലി മൈ ലൈഫ് കാണണ്ടേ? ആർക്കവിടെ ഡെയിലി മൈ ലൈഫ് കാണണ്ടേ? ആ വാ നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ 6:45 സമയം. ഞാൻ ജസ്റ്റ് എണീറ്റുള്ളൂ. അപ്പോഴത്തേക്ക് മോന്തക്കുറ്റിയായിട്ട് വന്നത്. എന്തൊരു ഇരുട്ടാടെ മുറിയിൽ ഞാൻ ജനലൊക്കെ തുറന്നിട്ടാ കണ്ട വെളിച്ചം വന്നത്. ഞാൻ ആ ജനല് അടച്ചിട്ടേക്കുക. ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്യായിരുന്നേ, അപ്പം അതുകൊണ്ട് ഒരു മിനിറ്റ്. പിന്നെ മുറിയുടെ വൃത്തി ഞാൻ കാണിക്കണില്ല. എക്സ്ക്യൂസ് മീ. അത്രയ്ക്ക് നല്ല മനോഹരമാണ്. നമുക്ക് നല്ല വൃത്തിയുമാക്കാം. ഒന്ന് മാറോ? ജനലും ഇല്ലാത്ത സാധനങ്ങളില്ല. ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ എണീറ്റല്ലേ ഉള്ളൂ. ഞാൻ പല്ലേച്ച് ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ തന്നെ നിങ്ങളെ ബോധം കളിപ്പിക്കണില്ല. അപ്പം ഫ്രഷ് ആയിട്ട് വരാൻ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ ദിവസം തുടങ്ങാം. ഓക്കെ. ഞാൻ ഫ്രഷ് ആയിട്ട് പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. സോ യെസ്. അപ്പൊ ഇനി ഞാൻ എന്താ സംഭവം ആലോചിക്കണമെന്ന് വെച്ചാൽ, ഫുഡൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവില്ല. കാരണം സമയം ഇപ്പോൾ ഒരു 7:15 ആയിട്ടുള്ള. നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാം ഗൈസ്. കാരണം എനിക്കിപ്പോൾ വർഷങ്ങളായ പോലെ ഉണ്ട്. കാരണം കുറേ നാളായി ഞാൻ ടെറസിലേക്ക് പോയിട്ട്. ഇപ്പോൾ യോഗ ചെയ്യാൻ മുകളിലേക്ക് പോകാറില്ല, ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാറ്. സോ ഇന്ന് നമുക്ക് മോളിൽ പോയിരുന്ന യോഗ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് വിരിക്കും അവിടെ? നോക്കട്ടെ, നമുക്ക് മോളിൽ പോയി ചെയ്യാൻ പറയണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഞാൻ താഴത്ത് തന്നെ പോകേണ്ടി വരും മുകളിലേക്ക്. സോ വഴിയിൽ വല്ല ബെഡ്ഷീറ്റ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. കുറേ നാളായി ഗൈസ്. നമുക്ക് വേഗം വരും പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ. ഇതേനാ നമ്മുടെ സ്വർഗത്തിലോട്ടുള്ള വഴി. ലെറ്റ്സ് ഗോ. എനിക്കിപ്പോൾ പോയിട്ട് തന്നെ 1.5 മാസമായിട്ടാണ് ടെറസിലേക്ക്. കാറ്റ് വഴി കൊറോണ പിടിക്കുന്നതും പേടിച്ചിട്ടായി പോകാത്തത്. സോ യെസ്. അയ്യോ, എത്ര നാളായത് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സാധനം വന്ന് പച്ച അതിൻ്റെ രസാലേ. ലെറ്റ്സ് ഗോ. അയ്യോ അയ്യോ അയ്യോ, വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, എത്ര ദിവസമായി ടെറസിലേക്ക് വന്നിട്ട്. അയ്യോ ഹായ് ഹായ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തൊരു ഗ്രീനറിയാ നോക്കിയേ. ഇത് പൊളിയാലേ. ഓ ഗുഡ്. അയ്യോ, നല്ല ആശ്വാസം. അയ്യോ, ഞാൻ പറഞ്ഞ വഴി ബെഡ്ഷീറ്റ് കൊണ്ടുവരാൻ മറന്ന്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. മൂക്ക് അടച്ചു പിടിച്ചേക്കാം. ഇനി അങ്ങനെ കൊറോണ വന്നാലും കായ് അടച്ചേക്കാം. മാസ്ക് ഇട്ടിട്ട് വന്നാൽ മതി. ഈ പേടിപ്പണിക്ക് പോകണമായിരുന്നു ഞാൻ. അങ്ങനെ ഒന്നും കൊറോണ പിടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കണു. പക്ഷെ എന്നാലും എനിക്ക് കൊറോണയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാനും പറ്റില്ല ഗൈസ്. ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് കുറേ ദിവസമായിട്ട് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും പേരും പറഞ്ഞ് എനിക്ക് വരാനും പറ്റും. ഇവിടെയൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ട കറുത്ത് ആയിപ്പോയി. മഴ പെയ്തിട്ടാന്ന് തോന്നണം. മഴ പെയ്തതിന് ശേഷം ഞാൻ വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട്. എപ്പോഴാണ് മഴ തുടങ്ങി? ഇപ്പോൾ 1.5 മാസമായി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അയ്യോ എന്തോ സംഭവമല്ലേ. പക്ഷെ ഞാൻ ഇനി ആലോചിക്കും, ഞാൻ വരും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോട്ടോസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ പറയും. പക്ഷെ പറയൽ മാത്രമേ ഉള്ളൂ. അവസാനം റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ കാണിച്ചെടുക്കും ഫോട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് റീൽസ് എടുക്കണം എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇന്ന് ഷൂട്ടൊന്നുമില്ല. നമുക്ക് ഇന്നൊരു വീഡിയോ നമുക്ക് പോകാനുണ്ട്. ഏത് വീഡിയോ എന്നറിയാമോ? നമ്മുടെ ചിറ്റ് ചാറ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. Q&Aക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയണമെന്നായിട്ട്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. വിശപ്പ് വന്നിട്ടില്ല. പക്ഷെ വിശപ്പില്ലാണ്ട് തന്നെ രാവിലെ പല്ല് വെച്ച് കഴിയുമ്പോൾ ആ ഒരു വിശപ്പില്ലാത്തൊരു വിശപ്പ് വരില്ലേ, കഴിക്കാൻ വേണ്ടിയായിട്ടുള്ള മാത്രം വിശപ്പ്, അതെനിക്ക് വരണുണ്ട് പതുക്കെ. ഞങ്ങൾക്ക് കുറേ പ്ലാൻ ഉണ്ടായിരുന്നുടോ. എന്ന് വെച്ചാൽ എൻ്റെ MBAയിൽ എൻ്റെ ഫ്രണ്ട്സില്ലേ, അവരൊക്കെ ആയിട്ട് കറങ്ങാൻ പോകണ ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഓക്കെ. ഇപ്പോൾ ഇനി കുറേ വാചകടി കഴിഞ്ഞല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇരിക്കാനും പോകുന്നു. കുറച്ചുകൂടെ വേഗം വരണമായിരുന്നു അല്ലേ. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു എന്തോ പോലത്തെ ഒരു സ്വപ്നം കണ്ടിട്ടാ. ഇപ്പം എനിക്ക് 2-3 ദിവസമായിട്ട് എന്തോ പോലത്തെ ഒരു സ്വപ്നം. മിനിയാന്ന് ഞാൻ കണ്ടേ സ്പൈഡർമാനായിട്ട് എൻ്റെ കല്യാണമാണെന്ന്. സ്പൈഡർമാൻ്റെ മാസ്ക് ഊരിയപ്പോൾ ഞാൻ മാത്രം സ്പൈഡർമാൻ്റെ മുഖം കണ്ടോളൂ. അങ്ങനെ എന്തോ. അപ്പോൾ സൂപ്പർമാൻ എന്നോട് ചോദിക്കുക, നീ ആദ്യമേ കണ്ടിട്ടുണ്ടാവുമല്ലോ അവൻ്റെ മുഖം, കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലില്ല, ഞാനിപ്പോൾ ഈ നിമിഷമാണ് ഞാൻ കണ്ടത്, ഇതിന് മുന്നേ ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സ്പൈഡർമാൻ്റെ മോന്ത എന്തോ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ മാസ്ക് ഊരിയപ്പോൾ അതുപോലെ. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ എന്താ സ്വപ്നം ഒക്കെ രാവിലെ ടൈം ആട്ടാ വരുന്നത്. എനിക്കൊരു 4-5 മണി ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹോസ്റ്റൽ, എൻ്റെ റൂംമേറ്റില്ല, എൻ്റെ ഫ്രണ്ട്, അവളുടെ കൂടെയാണ്. അപ്പം അവളുടെ കട്ടിലിൻ്റെ കാലൊടിഞ്ഞപ്പോൾ അവൾ എന്നോട് പറയേടി എന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും അവൾ മാത്രമുള്ളൂ ആ റൂമിൽ. അപ്പം ഹോസ്റ്റലിലെ കട്ടിലുണ്ടാവില്ലേ, ഇങ്ങനെ മുകളിലും കിടക്കാം താഴത്തും കിടക്കാം അതുപോലത്തെ. അപ്പം അങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവളുടെ കട്ടിലിലെ കാലൊടിഞ്ഞപ്പോൾ അവൾ പറഞ്ഞേടി നിൻ്റെ മുകളിലത്തെ ആ ഭാഗമൊന്നും എനിക്ക് വാടകയ്ക്ക് വരും. അപ്പോൾ ഞങ്ങൾ രണ്ടിനും ഇങ്ങനെ എത്ര രൂപയ്ക്ക് ഡീൽ ചെയ്യണം എന്ന് വെച്ചാൽ എത്ര രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കണം എന്നുള്ളത് ഞങ്ങളിങ്ങനെ ലേലം വിളിക്കരുത്. അങ്ങനെയൊക്കെ എന്തോ കണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ
റൂമിൽ നമ്മൾ വെള്ളം കൊണ്ടുവെക്കണമല്ലോ കുടിക്കാനായിട്ട്. അങ്ങനെ വെള്ളം നിറയ്ക്കാൻ പോയിട്ട് വാതിൽ തുറക്കുമ്പോൾ മുമ്മയുടെ വീട് അകത്തുനിന്ന് തുറക്കുമ്പോൾ പുറത്തേക്കുള്ള ആ സീൻ എങ്ങനെയായിരിക്കും അങ്ങനെ. എന്നിട്ട് ആ പടിയുമ്പോൾ സ്നേഹ ചേച്ചി, എൻ്റെ ചേച്ചി ഇരിക്കണം, ഒരു അന്തവും കുന്തും കാലും മുക്കൂല വായൂലാത്തത്. എന്ത് നല്ല ബ്യൂട്ടിഫുൾ സീനാന്ന് നോക്കി കാണിച്ച് തരാം ഞാൻ. ബ്യൂട്ടിഫുൾ സീൻ കണ്ട് വെറുപ്പിക്കൽ സീൻ. ഓക്കെ, അപ്പം ഇനി മതി, നമുക്ക് ഈ താഴത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോയി. മമ്മി കുറേ നാളായില്ല ടെറസ് കണ്ടിട്ട്. മമ്മി പോയിട്ട് എത്ര ആള്? അതാ പറഞ്ഞ ഇന്ന് ഞാൻ സ്വയം തുണി കഴുകണതായിരിക്കും അമ്മ. നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നു ഒരു സമയത്ത്. എപ്പോഴാണെന്നറിയാമോ? എപ്പോഴായിരുന്നു ചെയ്തിരുന്നത്? ഒരു ഫെബ്രുവരി മാസത്തിലെങ്ങാണ്ടോ അല്ലേ? ഫെബ്രുവരി മാസം കഴിഞ്ഞിട്ട്. ആ ഫെബ്രുവരി മാസത്തിൽ ഞാൻ തുണി കഴുകണ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. വെച്ചാൽ ഞാൻ തുണി കഴുകിയിട്ടുണ്ടായിരുന്നു ആ DIY ആ ഡേ ഇൻ മൈ ലൈഫിൽ. അതിനുശേഷം ഞാൻ ഇതുവരെ തുണി കഴുകിയിട്ടില്ല. എന്ത് പറ്റാവും? അതിനുശേഷം ഞാൻ എപ്പോഴും വാഷിംഗ് മെഷീനിലിട്ട് എളുപ്പപ്പണി. എനിക്കെങ്ങും വയ്യ എപ്പോഴും കഴുകാനുണ്ട്. ഞാനിതിൽ പോയതാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആളുണ്ടാവും. ദൈവമേ, അതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് ഓടട്ടെ. നാളെ ഇവിടെ ഒരു പാമ്പ് കണ്ടിരുന്നു. എൻ്റെ പൊന്നും കറ്റനാണെങ്കിൽ ഇങ്ങോട്ട് വരും, എൻ്റെ മുറ്റുപണിയാണെങ്കിൽ ഇങ്ങോട്ട് വരും. അയ്യോ എന്ത് പറ്റിയാവോ? അച്ചോടി എൻ്റെ ശുഞ്ചര് ഞാനെടി, എൻ്റെ മോനുവിനെ ഞാൻ തെറ്റിദ്ധരിച്ചു. എപ്പോഴും എന്നെ കരിക്കുമെന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ട്. കറ്റൻ്റെ പൊന്നിനെ ചക്കുരു പൊന്നിന് ആനയ്ക്ക് കൈ പിടിക്കണം ഒട്ടും ഇഷ്ടമല്ല. കൈ കണ്ട അങ്ങനത്തെ ഒരു സാധനമാണിത്. ശുക്രു പൊന്ന് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുക്കളയിലുള്ള മുഴുവൻ റേഷനാണ്. എൻ്റെ പൊന്നിൻ്റെ എൻ്റെ അടുക്കളയിലുള്ള സകലത്തിൽ ജന സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതർവൈസ് എൻ്റെ കൊച്ചിനൊന്നും ഇഷ്ടമല്ല. ദിസ് ഇസ് മൈ റാണീസ് കൊട്ടാരം. എന്തൊരു വെറുപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലേ. എന്ത് DYFI അല്ല, മമ്മി DIY എന്ന് പറയണേ. ഇത് ഡേ ഇൻ മൈ ലൈഫ് അമ്മ. യെസ്, മമ്മി തൂത്തുകാരൻ എടുക്കുക. ഡേ ഇൻ മൈ ലൈഫിൽ എന്തെങ്കിലും ഇടാൻ കണ്ടന്റ് ഉണ്ട്. ഇങ്ങോട്ട് കറങ്ങാൻ പോണില്ലല്ലോ. പിന്നെ MBBS പഠിക്കുന്ന കുട്ടിയായത് കൊണ്ട് ഒന്നിനും സമയമില്ല ഇങ്ങനെ തൂത്തുവാരാനൊന്നും. ഇത്രയും നല്ല പാരൻസ് കിട്ടിയത് എൻ്റെ ഭാഗ്യം. മമ്മി എത്ര നല്ലോണം തൂത്തുവാരനെ. മമ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം, കടലക്കറി, ഗ്രീൻ പീസാ. മമ്മി പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഉണ്ടാക്കൂലായിരുന്നു ഗ്രീൻ പീസ്. മമ്മി പറഞ്ഞു തരുന്നു നെക്സ്റ്റ് ടൈം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോ എന്തായാലും ഗ്രീൻ പീസ് ആയിരിക്കും. എന്താ പപ്പ മീൻസ്? അയ്യോ ആരാ? എന്താണ് പേര്? കൗൺസിലറാ? അല്ലല്ല, കളക്ടർ പറഞ്ഞാണോ? ഉലുവിട്ട് വെള്ളയപ്പോ? മമ്മി എന്തുണ്ടാക്കിയാലും ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യിക്കും. മമ്മിക്ക് മാത്രമായിട്ട് ഒരെണ്ണോ രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ പോരെ? വീണ്ടും പരീക്ഷണം. മമ്മിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഓരോ റെസിപ്പി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വല്ലതും വായിൽ വെക്കാൻ കൊള്ളാതുമില്ല. രണ്ടുപേരും കിടന്ന് ഓരോന്ന് യൂട്യൂബിൽ കണ്ട എക്സ്പെരിമെന്റ് ഇതിന്റെയൊക്കെ ഉണ്ടാക്കാൻ. മമ്മിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തരാം കേട്ടോ യൂട്യൂബില്. അച്ചോ സാരില്ല മമ്മി, ഇറ്റ്സ് ഓക്കെ സാരില്ല. ഇതൊക്കെ പറഞ്ഞാലും മമ്മി തന്നെ വീണ്ടും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇത് കണ്ട, ഇത് പപ്പയുടെ കഷ്ടപ്പാടും ദുരിതം. ഇത് മാത്രമല്ല ആ ഫുൾ ഭാഗം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ചെയ്യാട്ടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ? അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ കണ്ടന്റ് എടുക്കാം ഓരോ ദിവസം. ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, ഇനി കഴിച്ചാൽ മാത്രം മതി. മമ്മി എന്തിനാ ഉലുവ ചേർത്തത് അതിനകത്ത്? അത് 2 ഉലുവ ഇട്ട് സാധാരണ മണം കിട്ടേ, ഒരു മണം കിട്ടുമെന്ന് വെച്ചിട്ട് ഇട്ടതാ. വെള്ളയപ്പത്തിന് ഉലുവ ഇടോ അമ്മ? ഉലുവ ഇടൂല, പക്ഷെ ഞാൻ ഇട്ടു. അത് ഇനി വേറെ ഒന്നുമില്ല ആൻസർ, മിണ്ടാണ്ട് കഴിച്ചോളാം. അതാ ഉദ്ദേശിച്ചേ. പപ്പ ആർ യു റെഡി? പപ്പ പപ്പ ദോശമാവാണ്. ദോശ ശരിയാവോല്ല, ഇപ്പൊ ശരിയാവും. അയ്യോ അയ്യോ, എവിടെ മാവ്? ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ദോശമാവാന്ന് തോന്നുമല്ലേ? പുഴുന്നിരിക്കണ്.
ഗ്രീൻ പീസ് കറിയെങ്കിലും ഉണ്ടാക്കായിരുന്നില്ല അമ്മ. ഗ്രീൻ പീസ് കറിയാ പപ്പ. ആ എന്തായാലും അടുത്ത പ്രാവശ്യം കേട്ടാ. പക്ഷെ അടുത്ത പ്രാവശ്യം ഉലി വിട്ട് പറ്റിക്കരുത്. ചേരണ്ടാ പപ്പ. മാറി മാറി കഴിഞ്ഞാ. ഞങ്ങൾക്കൊക്കെ എന്തു വില അല്ലേ സോ കോസ്റ്റ്ലി. നമുക്ക് കുറച്ചു നേരം പോയി കൊതുകിനെ കൊല്ലാം. റാണിയുടെ അടുത്ത് എന്തായാലും ഓരോ കൊതുക് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇന്ന് ഉണ്ടാവും പറഞ്ഞോളൂ. ഇപ്പം ഡേ ടൈം അല്ലേ, അതാണ് പറഞ്ഞോളൂ. പപ്പ രാവിലെ ഇത് അടിക്കുമ്പോൾ എന്തോരം കൊതുകാവാനെന്നറിയോ. പടപടപടപടപടപടാന്ന് ദീപാവലിയെ വെട്ടിച്ചു. അയ്യോ മോൻ പേടിക്കണേ, മോനൊന്നും ചെയ്യാൻ പോണില്ല കണ്ണ്. ഓ എൻ്റെ പൊന്നിൻ്റെ മുഖത്തൊക്കെ ഇതേ കണ്ട കൊഗ്ഗു വന്ന് നിൽക്കണേ. കൊതുകൊക്കെ പഠിച്ച് ബാറ്റും കൊണ്ട് വരുന്നുണ്ടെന്ന് അടിക്കാൻ. എൻ്റെ പൊഞ്ച കണ്ടോ അതേ. എനിക്കൊന്നത് ബാറ്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. സക്സസ്ഫുൾ. വൈകുന്നേരം പപ്പ അടിക്കൂലേ, അപ്പം ഞാൻ കാണിച്ചു തരാട്ടെ എന്താന്നുള്ളത്. മണ്ണിൻ്റെ മോനും ഡിസ്റ്റർബ് ചെയ്താ ഒരു സാധനം വന്നിട്ട് മോനും ഡിസ്റ്റർബ് ചെയ്താ ഒരു കൊതുകിനെ മാത്രം അടിക്കാനായിട്ട്. അങ്ങനെ എൻ്റെ മുമ്പ് പറയുന്നത്. അങ്ങനെ എൻ്റെ ഇച്ചനെയും പാവമായിട്ടൊരു കഞ്ഞും പറയുന്നത്. എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഇതിനെ വിടാൻ തോന്നും. അങ്ങനത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു കുക്കുടു കണ്ണനാണ് എൻ്റെ ഇത്. പൊന്നപ്പ അച്ഛൻ്റെ മോൻ കൈ വേണമായിരുന്നു എൻ്റെ മോനിന്. അച്ചോടി എൻ്റെ പൊന്നാണ്, എൻ്റെ കണ്ണനാണ്, എൻ്റെ ശുഞ്ചിരി വാവയാണല്ലോ, ശുക്കുരി പൊന്നാണല്ലോ. വൈകുന്നേരം കൊതുകിനെ അടിക്കുമ്പോൾ വിളിക്കണം കേട്ടാ. നമുക്ക് കാണിച്ചു കൊടുക്കണം നമ്മളിവിടുത്തെ കൊതുകിൻ്റെ പവർ എന്തെന്നാണ് അല്ലേ. ഭയങ്കര ഹ്യൂജാ ഗൈസ്. നിങ്ങൾ വിചാരിക്കും അതിലും പേര് നിങ്ങളുടെ അവിടെ ഇടുന്നു. അടിപൊളി നല്ല സാറ്റിസ്ഫാക്ഷൻ അത് കേൾക്കുമ്പോൾ. എനിക്ക് മോളി വരെ കേൾക്കാം. പക്ഷെ നമ്മളിന്ന് ലൈവായിട്ട് കാണുന്നതായിരിക്കും കൊതുകിനെ എത്രമാത്രം നമ്മൾ പെടപെടെ കൊല്ലാൻ. ഓക്കെ ബൈ. സോറി ഇന്ന് തല വേണം. തല വേണമെങ്കിൽ ഇന്ന് പേൻ നോക്കണ്ട. ഒരു പ്രാവശ്യം കൂടി എന്നാ ഉച്ചയ്ക്ക് തല കഴുകണുള്ളൂ. ഒരെണ്ണം ഇരുന്നാൽ മതി. ഫുൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ എന്തോരം ആയിരുന്നല്ലേ മമ്മി. ഒന്ന് എൻ്റെ പേൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ മമ്മി. എത്ര വളം ചെയ്യുമ്പോൾ എത്ര പേൻ അഭിപ്രായം പറയാൻ പറ്റിയ ഒരു ടോപ്പിക് ഉണ്ട്. ഇതിപ്പോൾ കാണാൻ പറ്റും ഈ ഹാർപ്പിക്കിൻ്റെ എന്തെന്നാണ്. ഇത് എവിടെയെങ്കിലും കാണാൻ പറ്റും. ഹാർപ്പിക്കിൻ്റെ കുപ്പിൽ എണ്ണ. ഇത് നല്ല എണ്ണ ആട്ടാ, നമ്മുടെ കരിഞ്ജീരകത്തിന്റെ എണ്ണ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും നീണ്ട മുടിയുടെ രഹസ്യം അതാ. മമ്മയുടെ ഈ കറകറ മുടിമ ഒട്ടും ഡൈ ഇല്ല കേട്ടാ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ആക്ച്വലി എണ്ണ തേച്ച് കുളിക്കാൻ പോകണില്ല കേട്ടാ. കാരണം 2-3 ദിവസമായി തല കഴുകിയിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വെച്ച് പേൻ നോക്കിയിട്ട് ഡയറക്റ്റ് ഷാമ്പൂ വെച്ച് നന്നായിട്ട് കഴുകട്ടെ. എന്നാലും എന്താ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ പേനൊക്കെ നോക്കിയിട്ട് മുടി കഴുകാമെന്നായിരുന്നു. പക്ഷെ കുളിച്ച് വന്നിട്ട് ഞാൻ തല കഴുകാൻ മറന്നുപോയി. അങ്ങനെ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. കാരണം വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഫുൾ ഫുഡേ ആ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. സോ യെസ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ എന്താ സംബന്ധിച്ചാൽ പപ്പ വെള്ളയപ്പം ഉണ്ടാക്കണം. നമുക്കത് കാണാം. അരിച്ചരിക്ക ഉണ്ടാക്കാൻ പോകുന്നു. ഓയിൽ ആഡ് ചെയ്തു. വെളിച്ചെണ്ണയാണോ അപ്പം? കപ്പലണ്ടി എണ്ണ. ഓക്കെ, ഞങ്ങൾ കപ്പലണ്ടി എണ്ണ ഏട്ടാ യൂസ് ചെയ്യുക. സൺഫ്ലവർ ഓയിൽ അല്ല യൂസ് ചെയ്യാറ്. കപ്പലണ്ടി എണ്ണ പണ്ടേ മുതൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ആമസോണിൽ അത് വീണ്ടും കിട്ടും. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനെ ഓർഡർ ചെയ്ത് ഗുലാബ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലണ്ടി എണ്ണ. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പം തോടാടാണല്ലോ. അപ്പം തോടാടാണല്ലോ എനിക്ക് കൂടുതലും ഇഷ്ടമല്ല. അപ്പം ശരി മതി. താങ്ക് യു. തേങ്ങ മുളക് ഉപ്പുള്ളതില്ലേ. എന്നിട്ട് നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇടും. എന്നിട്ട് തീ കുറച്ച് വെക്കും. അല്ലെങ്കിൽ മുഴുവൻ കരിഞ്ഞു പോകും. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ആഡ് ചെയ്തിട്ട് വേറെ ഉപ്പ് വേണ്ടല്ലോ. അപ്പം ഓക്കെ, മിക്സിയുടെ അടിഭാഗം കാണണ്ട. ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. പപ്പയാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് റെയിൽവേയിലായിരുന്നെങ്കിലും എപ്പോഴും ഫുഡ് ഉണ്ടാക്കിയിരുന്നത് പപ്പയുടെ ടിഫിൻ കൊണ്ടുപോകാനൊക്കെ പപ്പ തന്നെയാണ്. അപ്പൊ വലിയ ഷെഫാണ് ഇവിടെ 2 ആൾക്കാർ. എന്താ കപ്പലണ്ടി? അത് മെയിനാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചമ്മന്തിയിൽ. ഇതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ആ ദോശയുടെ വെള്ളച്ചമ്മന്തി ഉണ്ടാവില്ല, എന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ടല്ലോ. കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരയ്ക്കുമ്പോൾ അതും കൂടെ ഇട്ട് അരയ്ക്കണം. തേങ്ങയുടെ കൂടെ യമ്മി ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കാട്ടെ. അതുകൊണ്ട് ഇവിടെ ലോഡ് ഉണ്ടല്ലോ. അപ്പൊ കപ്പലണ്ടിയുടെ ഇവിടെ എങ്ങാണ്ട് ഇപ്പുണ്ട്. ഇതിലെങ്ങനെ ഒരു ലോഡ് വെച്ചേക്കാം കപ്പലണ്ടിയുടെ. ലുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിന്നാണെന്നല്ലോ. ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം പീനട്ട് ബട്ടർ ഉണ്ടാക്കാന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷെ അത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ പിന്നെ ഇവിടെ റെഗുലർലി ചമ്മന്തിയിൽ കപ്പലണ്ടി ഇട്ട്. പക്ഷെ നല്ല യമ്മി ആയിരിക്കും.
ലെറ്റ്സ് വർക്ക്. ഈ റാണിയുടെ ബിക്കി ടൈം, റാണിയുടെ ബിക്കി ടൈം, റാണിയുടെ ബിക്കി ടൈം. അമ്മി മോൻ കഴിച്ചോ? എടോ കഴിക്കടോ. എടോ എന്തിനാണ് റോൾ അടിക്കണം? ഞങ്ങൾ കണ്ടപ്പോ എന്താ? എടോ കഴിക്കടോ. അവള് പോയി. നമ്മൾ മാറണം. ആ നേരം നോക്കി അവള് കഴിക്കും. റാണി ഞാൻ ഇവിടെ ഇല്ല കേട്ടാ, ഞാൻ ഇവിടെ ഇല്ലാട്ടോ. റാണി മോൻ കഴിച്ചോ? ആരും കാണില്ല. വേഗം കഴിച്ചോ, വേഗം കഴിച്ചോ. റാണി കമോൺ, റാണി കമോൺ. ഇല്ലില്ല, ഞങ്ങളില്ല ഇവിടെ, ഞങ്ങളിവിടെ ഇല്ല. മോൻ കഴിച്ചോ? ഈ റാണി കഴിക്കണം കണ്ടേ, റാണിയെ കഴിക്കണം കണ്ടുപിടിച്ചേ, റാണി കഴിക്കണം കണ്ടുപിടിച്ചേ, റാണി പിടിക്കപ്പെട്ടേ, റാണി കരിഞ്ഞേ. ഓക്കെ, ഒരു മിനിറ്റ്. ഈ ട്രൈപോഡിന്റെ ഒരു ഡയറക്ഷൻ ശരിയല്ലല്ലോ. ഒന്ന് വാലടക്കട്ടെ, ഞാൻ കോപ്പി റൈറ്റ് വരാൻ മാത്രം നേരം ഉണ്ടാവില്ലെങ്കിൽ. അപ്പൊ യെസ്, നമുക്ക് ഇനി വേഗം വൃത്തിയാക്കണം. ഇത് എപ്പോൾ തീരും ദൈവമേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതായിരുന്നു ഞാൻ ഇന്നലെ ഇട്ട ഉടുപ്പ്. ഓക്കെ, കുറേ നേരം ഇട്ടുകൊണ്ട് ഒട്ടും സ്മെല്ലില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ടോപ്പ് പൊളിയായിട്ട് പോയിട്ടാ. കാരണം ഇതൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അപ്പം അതിൻ്റെ കൂടെ ലൈറ്റ് കളറിന് നമ്മൾ എന്തെങ്കിലും ഇടുമ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് നിൽക്കും. ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഒരു മിനിറ്റ്. ഓഫ്, എനിക്ക് ഭയങ്കര പിമ്പിൾസ് ആവണ്ടല്ലോ ഇപ്പം. അതിനോട് കുറച്ച് പേര് പറയണ്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല ഗൈസ്, ഞാനൊന്നും തേച്ചിട്ടോ അതൊന്നും കൊണ്ടല്ല. എന്നോട് ആരോ പറഞ്ഞിരുന്നു വാലിക്കോരി തേക്ക എന്തെങ്കിലുമൊക്കെ വാരി വരച്ച് തേച്ചിട്ട്. പക്ഷെ അതെന്നെ എന്നോട് കൺസേൺ ഉള്ളതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ ആ സ്നേഹം ഉള്ളതുകൊണ്ട് പറഞ്ഞു തരുന്നത് മാത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതുകൊണ്ടൊന്നും അല്ല കേട്ടാ. എനിക്ക് പിമ്പിൾസ് എന്നെക്കാൾ വരണമാണെങ്കിൽ എനിക്ക് ഇത്രയും കാലം യൂട്യൂബിന് വേണ്ടി ഞാൻ എന്തൊക്കെ തേച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടൊന്നും അല്ല വരുന്നത് ഗൈസ്. ഇതെൻ്റെ ഫുഡിന് എനിക്ക് പിമ്പിൾസ് വരണുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഫുഡ്. എൻ്റെ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ എനിക്ക് അതിൻ്റെ എപ്പോഴും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ എക്സാം ടൈം മുതൽ എൻ്റെ തീറ്റ എന്തൊക്കെയായിരുന്നു? ബർബൺ ബിസ്ക്കറ്റ്, ഓറിയോ, പിന്നെ മിക്സർ, നമ്മുടെ ബാക്കർവാടി, സേവ്, ഇതുപോലെ ഇപ്പോൾ ഈയിടെ നമ്മുടെ മോമോസ്, നമ്മുടെ മയോനൈസ്, ന്യൂട്ടൽ ഒക്കെ വെച്ചിട്ട് എനിക്ക് ഈ പിമ്പിൾസ് വരാനായിട്ട്. എല്ലപ്പോഴും ആഴ്ചയിൽ ഒരു തവണ ഇച്ചിരിയൊക്കെ അതുപോലത്തെ കഴിക്കണമെന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി ഒരു തരം ജങ്ക് ഫുഡിനെ ദൂരെയാക്കാൻ പോകുക. കാരണം മുറിയിൽ അതുണ്ടെങ്കിൽ എനിക്ക് വിശക്കലും ഞാൻ പിന്നെ അത് കഴിക്കും. എനിക്ക് ചൂടെടുത്തിട്ട് വരും, ഫാനിടാവുന്ന. അയ്യോ എന്തുട്ടാ അല്ലേ, എന്തൊരു ഉഷ്ണിപ്പാണ് ഇപ്പോൾ ഇവിടെ. എനിക്ക് എന്തെങ്കിലും കഴുകാനുണ്ടാവോ? ബ്യൂട്ടി ബ്ലെൻഡർ കഴുകാനുണ്ട്. ഷിറ്റ് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ട് കഴുകാൻ പറഞ്ഞു ഗായ്സ്. ഞാൻ ഇപ്പം തന്നെ ഇതൊന്ന് കഴുകാടിട്ടാ, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ബാക്ടീരിയ ഒക്കെ വന്നിട്ട് പിന്നെ എൻ്റെ മുഖം ഒന്നുകൂടെ നല്ല ഭംഗി കിട്ടും. ഇത് ഒരു കാരണം ഉണ്ടാ ബ്യൂട്ടി ബ്ലെൻഡർ വൃത്തിയാക്കണ്ട. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ വൃത്തി നടക്കുകയാണ്. ജാമ്പാൻ്റെ കാലത്ത് ബുക്സ് എടുത്ത് മാറ്റാൻ പോവാം. മമ്മി എന്നിട്ട് ഇവിടെ കാലിയാക്കിയിട്ട് പിന്നെ എന്തൊക്കെയാ നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുപോക്കിയായിരുന്നു, അല്ലെങ്കിൽ തന്നെ മുള്ള സ്ഥലം. മമ്മിയുടെ ജ്യോതിഷരത്നം കളക്ഷൻ. ഇതൊന്നും അല്ലായിരുന്നു, മലയായിരുന്നു. മല കുറേ കൊടുത്തതാ. ദൈവമേ, ഇതുപോലെ മമ്മിയുടെ 12ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നെങ്കിൽ ടോപ്പ് ചെയ്യായിരുന്നല്ലോ കേരളയിൽ. ഇത് നമ്മുടെ പുതിയ മാസ്ക് ആട്ടത്, പർപ്പിൾ മാസ്ക്. ആമസോണിൽ പർച്ചേസ് ചെയ്തായിരുന്നു, സർജിക്കൽ മാസ്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേഗത വൃത്തിയാക്കാം. ഇന്നത്തെ കുറേ എൻ്റെ BCA ഉണ്ടാവും, പിന്നെ കുറേ വേണ്ടാത്തതും ഉണ്ടാവും. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ചില ബുക്സിലേ സ്പേസ് ഉണ്ട്, അപ്പോൾ അത് കളയണ്ട. Dear respected principal, my daughter Manon Megha is studying in BCA first year. Please allow her to bring mobile phone in college. As she is new in Kerala and unaware about the place, so I request you to grant her permission. എനിക്ക് 80 out of 80 കിട്ടിയ പേപ്പർ. അവള് കാരണം നമ്മളെ വീട്ടില് സേഫ്. കള്ളം വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുന്ന റാണി അല്ലേ അപ്പാ? അല്ല പിന്നെ ഇതെന്തുട്ട് പോക്ക? ഗുണപാഠ കഥകൾ ഇത് വേണോ? എനിക്ക് വായിച്ചു തന്നെ മമ്മി. പാവ എന്റെ റാണിയെ ടോർച്ച് ചെയ്യാനായിട്ട്. അടുത്ത ജന്മ മമ്മി റാണിയാ മമ്മിക്ക് മനസ്സിലാവും.
കൊന്താൻ കിടക്കും. എന്നിട്ട് കൂടെ നോക്കി ശരി, എന്നിട്ട് ആ തക്കം നോക്കി തിരിച്ചു വരും. ഈ റാണിയനൊക്കെ അപ്പൊ ചെയ്യും. അപ്പൊ ഉണ്ടാവും റാണി മമ്മിയുടെ രൂപത്തിൽ അപ്പൊ റാണി ഇങ്ങനെ വടിയും കൊണ്ട് ഒരു ടിക് ടിക്ന്ന് കളിച്ചിട്ട്. ആ മൃഗങ്ങൾക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവൂട്ടാ. പന്നിനൊന്നും ഞാൻ അവരടുത്ത ജന്മത്തിൽ അവർക്കെല്ലാം ഓർമ്മ വെക്കും. അപ്പൊ എനിക്ക് റാണി എനിക്ക് പെഡിഗ്രി മേടിച്ചു തരുമോ? മമ്മി ഉണ്ട ഒരേ അടിച്ചു തരും മമ്മി. ഇപ്പഴേ മമ്മി പെഡിഗ്രി ഒക്കെ കൊടുത്ത് മമ്മി സ്നേഹിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞേക്കാം, അഡ്വാൻസ് സെറ്റിംഗ് ഇപ്പഴേ നടത്തിക്കോ. റാണി എനിക്ക് പെഡിഗ്രി ഒക്കെ മേടിച്ചു. അപ്പൊ ആ കോച്ച് പെഡിഗ്രി കണി കണ്ടിട്ടില്ല എന്റെ ജന്മത്തിൽ. പുളുങ്കരി അല്ലാണ്ട് ചിക്കൻ എന്താന്ന് റാണി മറന്നുപോയി. ഇനിയിപ്പൊ കൊറേ ദിവസം കഴിഞ്ഞ് റാണിക്ക് ചിക്കൻ കൊടുത്ത് റാണിക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. എന്താ നോക്കട്ടെ, എന്തുട്ടാണ് കാലം കൊണ്ടിട്ടാൻ തോന്നുന്നത്. ഇങ്ങനെ നമ്മള് മരുന്ന് തേച്ചിട്ട് ചൂട് കിട്ടാനല്ലേ ഉപ്പൂറ്റി ആ ഒരു ഇത് കിട്ടാൻ, ഫ്ലെക്സിബിൾ ആവാൻ. ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ. അതാ ഞാൻ പറഞ്ഞ ജ്യോതിഷാസ്ത്രം പഠിക്കണ നേരം കൊണ്ട് 2 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ ഇതല്ലേ എന്നെ ചേച്ചിയെ ജീവിതകാലം കൊണ്ടിട്ട് കൊത്തിയത്. ഇതെല്ലാം കൊടുക്കാനുള്ളത്. ഇതോ NCCയുടെ ഇത് ഇവിടെ നോട്ടെ. ആ ഒരു പുട്ടെങ്കിലും എടുത്തിരുന്നു. ഈ കൊലയാണോ മമ്മി പറഞ്ഞേ? ഇത്ര ആരോഗ്യമുള്ള കൊല കൊണ്ട് എന്തൊരു ആരോഗ്യമുള്ള കൊലയാ നോക്കി. അല്ല, ഞാൻ മറ്റേ ബക്കറ്റ് നീക്കിയതാ. പതുക്കെ നീക്കി. ഈ സൈഡിൽ കൂടെ തന്നെ അങ്ങോട്ട് നീക്കാണ്ട് ഈ അരിയിൽ കൂടെ തന്നെ നീക്ക്. ഈ കുട്ടികൾ വീണു. തുറക്കാൻ ഫുൾ ഇത് പോരെ, ഇത് നോക്ക്. അമ്മക്ക് തൂത്താ പോരെ, ഇത് മുഴുവൻ പോകും. എന്താണ് കറി? ഞാൻ മമ്മി മത്തങ്ങ ഈസ് വെരി ഗ്യാസ്. ദിവസം ചിക്കൻ അല്ലെങ്കിൽ എന്തും ചിക്കനാണല്ലോ ഇവിടെ. ഞാൻ അതിന്റെ ടേസ്റ്റ് മറന്നുപോയി. പാൻ നോക്കാറാകുമ്പോ വിളിക്കട്ടാ. അയ്യോ ബൈ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്കൊരു പണിയില്ല. അപ്പം ഞാൻ വിചാരിക്കാം ദൃശ്യം 2 കണ്ടാലോ. കാരണം ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. ദൃശ്യം 1 കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ആമസോണിൻ്റെ ഐഡിയും പാസ്വേഡും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പ്രൈം ഇല്ല, ഞാൻ ഇപ്പോൾ പ്രൈം എടുക്കാറേ ഇല്ല. ഇപ്പോൾ ഈ ഹോൺ കേൾക്കുമ്പോൾ എനിക്ക് ആമസോണിൽ കൊറിയറാണെങ്കിൽ തോന്നും മീഷോൻ്റെ സാധനങ്ങളേ വന്നില്ല. എന്തൊരു കഷ്ടമാണെന്നറിയോ. നമ്മുടെ ഒരു വീഡിയോന് വേണ്ടിയിട്ടുള്ള പകുതി സാധനങ്ങൾ വന്നിരുന്നു, അത് അന്ന് തന്നെ. പക്ഷെ പിന്നീട് ഒരു വീഡിയോൻ്റെ സാധനങ്ങൾ എത്തിയിട്ടില്ല. ഭയങ്കര കഷ്ടം. ഇത് കണ്ട ഗൈസ്, എൻ്റെ റൂമിൽ ഇപ്പം ഇതുപോലത്തെ ഉറുമ്പുകൾ ഇച്ചിരി കൂടുതലായിട്ട് ഇത് എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായിട്ടാ. മറ്റേ ചുമതതിന് എനിക്ക് ഇഷ്ടമല്ല. ഇവർ കിടക്കുമ്പോൾ വന്നിട്ടും ഇങ്ങനെ മേത്തുകൂടി ഇങ്ങനെ നടക്കും. ഇക്കിളി നല്ല രസമാണ്. പക്ഷെ മറ്റേ ചുമന്ന സാധനം ഭയങ്കര സാധനം, ഇങ്ങനെ കുത്തി പറിച്ചെടുക്കും. ഞാൻ ബേബിക്ക് വെള്ളം കൊടുത്തു കേട്ടോ ഇപ്പോൾ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ബേബിക്ക് വെള്ളം കൊടുത്തു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം നാപ്പ് എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ഞാൻ കുറച്ച് നേരം നാപ്പ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പാൻ നോക്കാൻ പോവാം. ആ മമ്മി വരുവാ. മമ്മി ഇല്ലേ പാൻ നോക്കാനാണ് വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. പാൻ നോക്കാനാണോ ഫുഡ് കഴിക്കാനാണെന്ന് അറിഞ്ഞോളൂ. നോക്കട്ടെ കേട്ടോ പോയിട്ട് എന്താന്ന്. ഫുഡ് കഴിക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കില്ല. നമുക്ക് വെള്ളം നനച്ചിട്ടില്ല, കാരണം കുളിച്ചിട്ടില്ല. കുളിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ചപ്പളാങ്കട്ടി മൊന്താ ചീപ്പിയപ്പോ എൻ്റെ ഈ ഭാഗം മുഴുവൻ പൊട്ടിയിരിക്കാമേ. മറ്റേ ചീപ്പ് വെച്ച് ചീകിട്ട് ആ ചീപ്പ് കാണിച്ച് മഞ്ഞ എന്ത് നല്ല ഭംഗിയുള്ള ചീപ്പ്. പപ്പയുടെ ഓക്കെ, ആർ യു റെഡി? നമുക്കിപ്പോൾ മോൺസ്റ്റേഴ്സ് കിട്ടണതായിരിക്കും. ഗോഡ് മമ്മിക്ക മോഞ്ഞ നാണം കിട്ടുമോ? നമ്മുടെ മാനം കാക്കാനായിട്ട് പേനൊന്ന് കിട്ടിയേ പറ്റും. അമ്മത് ഇവിടെ കടിക്കുന്നുണ്ട്. ഓ പേൻ വ്ലോഗ് എന്താ കിട്ടിയ? ഓ ഗോഡ്, താങ്ക് ഗോഡ്. അയ്യേ, ഇത് കാണുന്ന പോലുമില്ല പീക്കിരി. ഇത് ഞാൻ ഇങ്ങനെ തന്നെ കൊല്ല. അയ്യ, ഇത് കാണാൻ പോലും പറ്റില്ല. ഇച്ചിരി വലിയത് കിട്ടട്ടെ ഏട്ടാ, എന്തായാലും കിട്ടും. ഡോണ്ട് വരി. എന്താ ഇതെന്തൊരു തീർന്നു. എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ സങ്കടമുണ്ട്. നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഒരാളെ പോലെ എനിക്ക്.
പേൻ വെച്ച് മുടി കൊഴിയൂലല്ലോ മമ്മി. കിട്ടിയാ കണ്ട, ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ കടിക്കണ്ടെന്ന്. ഷിറ്റ് അത് കയ്യിൽ പോയല്ലേ. അവിടെ നിന്ന് ചീകിക്കോ മമ്മി, എന്തായാലും കിട്ടും. ഏതാ വലിയതാ തടിമാടനാ? ഓ മൈ ഗോഡ്, എൻ്റെ മുഴുവൻ ചോര അതായിരിക്കും കുടിച്ചിരിക്കണേ. അല്ലെങ്കിൽ തന്നെ ഇല്ല ചോര ബോഡിയിൽ. എന്നാലും ഉണ്ടാവും, വേറെ അവിടെ ഇവിടെ ഒക്കെ കാണും. തലയിൽ എന്തായാലും ഇപ്പോൾ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും ഫ്രീ ആയിട്ടില്ല. ഷോ, ആ ചാകര കിട്ടിയ ദിവസം വ്ളോഗ് എടുത്താൽ മതിയായിരുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ കുളിച്ചേനെ. പേൻ കിട്ടില്ല എന്ന്. അതാരീ നോക്കണേ? ആരാ പുറകെ നിങ്ങൾ നോക്കണേ? ബ്ലുബി. ബുൾബി അല്ല, ബ്ലുബി. പക്ഷെ മമ്മി ബുൾബി എന്നൊക്കെ പറഞ്ഞാൽ മതിട്ടാ. മമ്മി ബ്ലുബി എന്നൊന്നും പറയണ്ട. അൺപടല്ലേ? യെസ്, മമ്മി ഇല്ലിട്രേറ്റ് ആണ്. മമ്മി ഇല്ലിട്രേറ്റ് ഫെല്ലോ ആണ് കേട്ടോ. മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിട്ടാ. അയ്യോ ദേ ഒരാളിവിടെ. എൻ്റെ ദൈവമേ, ശക്കുണു. ഞാൻ കുളിച്ചിട്ടില്ല, അപ്പൊ റാണി അങ്ങോട്ട് മുഖം വെച്ച്. റാണിയാ മമ്മി റാണിക്ക് 2 പേനിട്ട് കൊടുത്താല. റാണിക്ക് ഓൾറെഡി ഉണ്ട് ചെള്ളല്ലേ. ശേഷം കുക്കിണ് പൊന്നപ്പൻ, എന്റെ കുക്കിണ് പൊന്നപ്പൻ ഇങ്ങോട്ട് വന്നേ. കുക്കിണ് പൊന്നപ്പ ഇന്ന് അവിടെ ആരോടെ തന്നോട് ഇരിക്കാൻ പറഞ്ഞേ? എവിടെ തന്നോട് ആരോടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്? ആരോടെ തന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്? എൻ്റെ ബുൾബുളിമാൻ ഒച്ച കേട്ട് ഓടി വന്നതാ. അമ്മ ഫുഡ് കൊടുത്താ അമ്മക്ക്. പിന്നെ ഇനി എന്ത് വേണം? ഇനി ഒങ്ങാലോ, പൊന്നും കത്തിന് ഒങ്ങാലോ ഇനി. ഇല്ല, ആ ഒരു ചെറുത് എവിടെ നിന്ന് വന്നല്ലേ? ഞാൻ വിചാരിച്ചു ചെറുത് മഴയത്ത് മാത്രമേ പെരുക്കോളൂ. എൻ്റെ മുടി വീണ്ടും കറുത്തതായി മമ്മി. എന്നെ ചെയ്യണോ ഇനി? ചുമപ്പിക്കണം മമ്മി. ഞാൻ പർപ്പിൾ മുടി ചെയ്തോട്ടെ? പിന്നെ എന്താ അഴകാ പർപ്പിൾ മമ്മി. അറ്റത്ത് മാത്രം, ഈ അറ്റത്ത് മാത്രം ചെയ്തോട്ടെ പർപ്പിൾ മുടി. അമ്മ ആ ഭാഗം എന്തായാലും ട്രിം ചെയ്യുമ്പോ കട്ടായി പോണതല്ലേ. ഓക്കെ ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ഭാഗ്യമില്ല. നമുക്ക് ഇവിടെ ഒരു വേറൊരു ഭാഗ്യമുണ്ട്. ജി ഭാഗ്യം, എന്റൊരു ഭാഗ്യമാ ഞങ്ങക്ക്. ഹായ്, ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഓ നല്ല സുഖമുണ്ട് ദൈവമേ. എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഒന്ന് തല കഴുകുന്ന ഗൈസ്. നല്ല സുഖം തലയ്ക്ക് അതുകൊണ്ട്. ആൻഡ് ഞാൻ ഷാമ്പു കഴുകി കളഞ്ഞപ്പോ ഷാമ്പുവിന്റെ വെള്ളയായ നിറം കഴുകി കഴിഞ്ഞപ്പോ ബ്രൗൺ ലൈറ്റ് ബ്രൗൺ, ഏകദേശം അത്രമാത്രം വൃത്തി ഉണ്ടായിരുന്നു എൻ്റെ തലമുള്ളിൽ. ഓ ഗോഡ്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. ഓ വിശന്നിട്ട് വരും കേട്ടോ. സമയം ഇപ്പോൾ നല്ല അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എത്ര മണിയായി? 2:30 ആയിട്ടോ. നമുക്ക് കഴിക്കാം, ഫുഡ് പോയി കഴിക്കാം. സേസ്, നമുക്ക് ഇനി വെട്ടി കഴിക്കാൻ പോവാ. ഈ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേറ്റ്. ഞാൻ എപ്പോൾ കഴിച്ചാലും ഇതിനകത്താണ് കഴിക്കാൻ. സേസ്, നമുക്ക് ചോറ് വളർത്തി കഴിക്കാം. 2 പേരും കഴിച്ചു കഴിഞ്ഞു. നമ്മൾ മാത്രമേ ഇനി വാക്കുള്ളൂ. വേഗം വെട്ടി കഴിക്കാം. ഓക്കെ, അപ്പം അതേ മത്തങ്ങയുടെ കറിയാണ്. ഇവിടെ കോവിഡൊക്കെ ആയിട്ടിരിക്കുകയല്ലേ, അപ്പം കിറ്റ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. മത്തങ്ങയും പരിപ്പായിട്ടുള്ള എരിശ്ശേരിയാണെന്നുണ്ടാക്കുന്നത്. കുറേ നാളായാലും അമ്മ ഇത് കഴിച്ചിട്ട്. യമ്മി യമ്മി. ഈ ചക്കക്കുരു മെഴുക്കുവരട്ടി. മമ്മി ഒരു യമ്മി ടേസ്റ്റി എല്ലാം ഉണ്ടാക്കിയിട്ട് ഗൈസ്. യമ്മി. അയ്യോ, ഇതുപോലത്തെ എള്ളുണ്ടാ മമ്മി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇത്തവണത്തെ എള്ളുണ്ടാവും സൂപ്പർ. ഓ ഗോഡ്. ആകെ 2 എണ്ണം ഉണ്ട് ബാക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഗൈസ്? ഇത് എള്ളുണ്ടയാണ്, പക്ഷെ എന്നാൽ കടയെ പോലത്തെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കടിക്കണത് പോലത്തെ ഇല്ല. ഈ സാധനം കണ്ടാ സോ സോഫ്റ്റ്. ഇതിങ്ങനെ റസഗുള്ള പോലത്തെ. ഇത് നമ്മൾ കഴിക്കില്ലേ? നോക്കൂ എന്ത് സോഫ്റ്റാണ്. വായിലിടുമ്പോൾ തന്നെ മെൽറ്റായി പോണ പോലെ. എന്ത് ടേസ്റ്റാണ്. നമുക്ക് 2 എണ്ണം കൂടെ അതുകൊണ്ട് എടുത്താലും പിന്നെ വേറെ ഒന്നും കഴിക്കാണ്ടാവില്ല. വെയിറ്റ്. അപ്പോൾ നമ്മുടെ പഴയൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, A to Z ആൽഫബറ്റ് ഫുഡ് കഴിക്കണം ചാനൽ. അപ്പോൾ അതിനകത്ത് കമൻറ്റ് ഇടപെട്ടായിരുന്നു, ചേച്ചി ഇതിനകത്ത് മൊമോസ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു കമൻറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഞാൻ ആ ചാലഞ്ച് വീഡിയോയിൽ മൊമോസ് കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പം മുതലേ എൻ്റെ മൊമോസ് എത്ര ഫേവറേറ്റ്. ഞാൻ ഇതുവരെ കടയിൽ നിന്നുള്ള മൊമോസ് കഴിച്ചിട്ടില്ല ഗൈസ്, കാരണം അങ്ങനത്തെ ഒരു യോഗ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ ഗൈസ്, കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ ഈ ഇതെന്നാ എന്നെ ടച്ച് ചെയ്യല്ലേ, ഈ തുണി കഴുകണ ഈ കോല്
ഒടിഞ്ഞു പോയതായിരുന്നു. അപ്പോൾ ആ ഒരു അടവിൽ ഞാൻ ഇങ്ങനെ തുണി കഴുകണത് എന്താ ഞാൻ പറഞ്ഞേ, ബാത്റൂം കഴുകണ ഈ കോലം ഒടിഞ്ഞു പോയതായിരുന്നു. അപ്പം ഞാൻ ഒരു അടവിൽ നിൽക്കായിരുന്നു, ബാത്റൂം കഴുകണ്ടല്ലോ വൃത്തിയാക്കണ്ടോ. പക്ഷെ പപ്പ എനിക്കിത് ശരിയാക്കി തന്നു. വേറൊരു ഓപ്ഷനില്ല. പപ്പയല്ല ആക്ച്വലി മമ്മിയെ കൊണ്ടേ ശരിയാക്കിച്ചേ. സോ ദാറ്റ് മനസ്സിലായാലും എന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ദൃശ്യം 2 കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഞാൻ റീൽസ് പറഞ്ഞ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച് ഇനി ബോഡി വാഷ് ചെയ്യാൻ പോകുന്ന ആമൻ ചാനലാണ്. സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക ഒരു ഫേസ് മാസ്കും കൂടെ ഇട്ടാലുണ്ട്. കാരണം എനിക്ക് ആക്നെ പ്രോൺ ആയിട്ടിരിക്കുകയല്ല. അപ്പം ഈ സമയത്ത് എനിക്ക് ആ ബെൻറ്റോനൈറ്റ് ക്ലേ ആണ് ഇഷ്ടം. ഞാൻ ഇതിന് മുന്നേ പണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യെസ്, അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇതേ ഫേസ് മാസ്ക് ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഫുൾ നെക്കിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് ഈ ഫേസ് മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഞാൻ കൂടുതൽ സംസാരിക്കണില്ല. കാരണം ഈ ഫേസ് മാസ്ക് എന്ന് വെച്ചാൽ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്ലൈ ചെയ്ത് ഞാൻ ആ പാത്രം കഴുകി വെച്ചതാണ്. വെച്ചാൽ മിക്സാക്കിയ പാത്രം ജസ്റ്റ് കഴുകി ഇറങ്ങിയത്. ഇപ്പം തന്നെ അത് സ്കിന്നൊന്നും ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ ഒരു ടൈറ്റ് ആക്കണ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. എനിക്ക് ചിരിക്കാനും പറ്റണല്ലോ, ഗോഡ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു 10 to 15 minutes വരെ വയ്ക്കും. എന്നിട്ട് ഞാൻ പോയി ബോഡി വാഷ് ചെയ്യും, എന്നിട്ട് നാമം ചൊല്ലും, എന്നിട്ട് വീണ്ടും വെട്ടി വിഴുങ്ങും രാത്രിയിലത്തെ ഡിന്നർ. ഇതന്നെയുള്ള എൻ്റെ ജീവിതം. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കണില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ കിടക്കുകയായിപ്പോൾ. മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു മഴ പെയ്തേക്കായിരുന്നു. 5 മിനിറ്റ് കൊട്ടക്കണക്കിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മഴ വന്നിട്ട് വെച്ചാൽ ക്ലൗഡ്സിൽ ഇങ്ങനെ ഓട്ടിട്ടിട്ട് അതുമേ ഇങ്ങനെ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴുകൂല, അതുപോലത്തെ ഒരു ഭയങ്കര ഒരു മഴയായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മഴ പെയ്യുന്നതായിട്ടുള്ളൊരു ഹിൻഡ് പോലും കിട്ടില്ല. പക്ഷേ റോഡ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു സീൻ അപ്പം ആർക്കും മനസ്സിലാവില്ല. സോ യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഈ ഹെയർ മാസ്ക് ഇട്ട് വെച്ചേക്കാട്ട്. ഇത് കുറച്ച് ദിവസമായി ഇപ്പോൾ ഹെയർ മാസ്ക് ഇട്ടിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ തലമൊരുത്തരം ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പെയിൻ ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ തേക്കാനും മുന്നേ പെയിൻ നോക്കിക്കാൻ പോയതായിരുന്നു മമ്മിയുടെ അടുത്തേക്ക്. അപ്പോൾ ഒരു തള്ളപ്പേനും ഒരു പൊടിപ്പേനും കിട്ടിയതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച അതോടെ തീർന്നത്. പക്ഷെ എൻ്റെ ഇപ്പോഴും ഒളിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാണിച്ചില്ല, ഞാൻ വേഗം ഒക്കെ തന്നെ ഞാൻ കളയും, നോക്കിക്കോ. സോ യെസ് ഗൈസ്, എപ്പോഴും പെയിൻ ഉണ്ട് എനിക്കൊരു ടോപ്പിക്കായിട്ടല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യാനാ, 5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു ദുരന്തം തലയ്ക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പം അതൊക്കെ പോട്ടെ. ഇതായിരുന്നു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം എങ്ങനെയാണ് നമുക്ക് പറയാം, ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കൊടുക്കാം ഗൈസ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്, പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരു സെക്കൻഡ് എടുക്കുക, ആൻഡ് ഫ്രീ ആണ്. പിന്നെ ഈ ബ്ലോഗ് പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ബോറടിച്ചിരിക്കണം. അപ്പോൾ ഇത് കണ്ട് അവരുടെ ടൈം പാസ് ആയിക്കോട്ടെ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുമ്പോൾ പേരാണ് സജീല സലീം. താങ്ക് യു സോ മച്ച് സജീല ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിൻ്റെ പേര് എൻ്റെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ഇടുക, എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ആൾ. ബൈ ബൈ.